ഈ സിസ്റ്റം തന്നെ തെറ്റാണ്. എന്താ ഇവിടെ നിന്നിട്ട് വൈകുന്നേരം വരെ കുട്ടികളും പിടിച്ചിരിക്കുക. ഇവിടെ ഇപ്പോൾ 2500 ആൾക്കാർ ഇവിടെ എവിടെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇത് ഹെൽത്ത് സെൻ്റർ അല്ല. ഇവിടെ പെട്ടെന്ന് ഇന്നാളിപ്പോൾ ഇത് പറഞ്ഞ മാതിരി തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞു. എന്താ ഇവിടുത്തെ എന്ത് ഉറപ്പുള്ളത് ഇവിടെ? ഇത് എത്രാമത്തെ വട്ടമാണ് നമ്മളൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കണേ? ഇവിടെ അറസ്റ്റ് ചെയ്യാനും ഇതാക്കാൻ നിയമമുണ്ടെങ്കിൽ ഇവിടെ സ്വത്തിനും ഇതിനും നമുക്കുള്ള ഈ ആരോഗ്യവകുപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു ഫണ്ട് ഇതാക്കും, 2 ലക്ഷം പ്രഖ്യാപിച്ചിന്. അതുകൊണ്ട് എന്ത് കാര്യമാണ്? നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത, അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിനെതിരെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതിയുമായി യുവാവ്. പ്രതിഷേധ മാർച്ചിന് ശേഷം നേതാക്കൾ സംസാരിക്കുന്നതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെയും ആശുപത്രി സംവിധാനത്തിനെതിരെയും പരാതിയുമായി യുവാവ് പ്രതിഷേധ മാർച്ചിനിടയിലേക്ക് വന്നത്. ആശുപത്രിയിലെ സംവിധാനം ശരിയല്ലെന്നും രാവിലെ എത്തുന്ന സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളെ പിടിച്ച് വൈകുന്നേരം വരെ നിൽക്കേണ്ട അവസ്ഥയാണെന്നും എത്ര തവണയാണ് പരാതി നൽകുക എന്നും ആരോഗ്യവകുപ്പിൻ്റെ നടപടി ശരിയല്ലെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ച് ഫണ്ട് നൽകുന്നു, അതുകൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്നും ഡോക്ടർമാരുടെ കുറവ് ആരോഗ്യവകുപ്പ് പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലിൻ്റെ ഡോക്ടറെ കാട്ടോ ഇല്ല, ഇതിൻ്റെ വണ്ടിക്കൂലി ഇതേമാതിരി ഓരോ ആൾക്കാർക്ക് ഇവിടുത്തെ സിസ്റ്റം പറഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ തെറ്റാണ്. എന്താ ഇവിടെ നിന്നിട്ട് വൈകുന്നേരം വരെ കുട്ടികളും പിടിച്ചിരിക്കുക. ഇവിടെ ഇപ്പോൾ 2500 ആൾക്കാർ ഇവിടെ എവിടെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇത് ഹെൽത്ത് സെൻ്റർ അല്ല. ഇവിടെ പെട്ടെന്ന് ഇന്നാളിപ്പോൾ ഇത് പറഞ്ഞ മാതിരി തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞു. എന്താ ഇവിടുത്തെ എന്ത് ഉറപ്പുള്ളത് ഇവിടെ? ഇത് എത്രാമത്തെ വട്ടമാണ് നമ്മളൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കണേ? ഇവിടെ അറസ്റ്റ് ചെയ്യാനും ഇതാക്കാൻ നിയമമുണ്ടെങ്കിൽ ഇവിടെ സ്വത്തിനും ഇതിനും നമുക്കുള്ള ഈ ആരോഗ്യവകുപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു ഫണ്ട് ഇതാക്കും, 2 ലക്ഷം പ്രഖ്യാപിച്ചിന്. അതുകൊണ്ട് എന്ത് കാര്യമാണ്? ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അവിടെ സ്ത്രീ നിൽക്കണേ പുറത്ത് ഇന്ന് എല്ലിട്ടുകാണ്ട് ഇന്ന് സ്റ്റിച്ചെടുക്കേണ്ട അവസ്ഥ. ഈ 10-50 ഞങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ 10-50 എല്ലിൻ്റെ ഡോക്ടറില്ല. അപ്പോൾ ഞങ്ങൾ ഈ ജനറലിൽ കാണിക്കണം ഈ ടെസ്റ്റും കാര്യം. അത് ഇത് ഇങ്ങനെ പോയിക്കാണ് നമ്മളെ കേരളം എങ്ങോട്ടാണ് പോണത്? നമ്മൾ പ്രതികരിച്ച് ഇപ്പോൾ ഈ പോലീസുകാരും വിലക്ക നിൽക്കണേ ഓലെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ആരും കാര്യമില്ലേ. ഇതിന് ആരോഗ്യവകുപ്പ് നല്ലൊരു തീരുമാനം എടുക്കണോ? ഇത്രയും നമ്മൾ കംപ്ലൈൻറ്റ് ഇവിടെ വിജിലൻസ് അന്വേഷണം മതി. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. പിന്നെ നടക്കാൻ. ഇവിടെ സത്യത്തിൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്തോളം ഒന്ന് സിസ്റ്റം, ഇവിടെ ഡോക്ടർമാരില്ലേ, അതിന് ഡോക്ടർമാരെ നിയമിക്കണം. ഇവിടുത്തെ പ്രതിനിധികൾ അപേക്ഷ കൊടുത്തിട്ടാണെങ്കിൽ കഴിയൂലേ?